അങ്ങനെ ഇന്ന് ഞാൻ ഹംപിയിലേക്ക് വന്നിട്ട് 4 ദിവസമായി. ഇതാണ് ഞാൻ താമസിക്കുന്ന റൂമിന്റെ ഓണർ. ഞാൻ ഹംപിയിലേക്ക് ആദ്യത്തെ ദിവസം വന്നപ്പോ എവിടെയും റൂം കിട്ടാതെ ഇരുന്ന സമയത്ത് ദൈവത്തിനെ പോലെ വന്ന് എനിക്ക് റൂം തന്ന ആളാണ് ഇയാൾ. അതിനുശേഷം ഇതെന്റെ റൂമിന്റെ താഴെയുള്ള ഒരു മാർക്കറ്റാണ്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ 2 ഷർട്ട് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ ഒരു കടയിൽ കയറി നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷർട്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഷർട്ട് എനിക്ക് വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയ്ക്കും കൂടെ എന്തെങ്കിലും വാങ്ങണല്ലോ എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഞാനൊരു സാരിയും കൂടെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ ഒരു കമ്മലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ എനിക്ക് വാങ്ങാനുള്ള അടുത്ത സാധനം എന്ന് പറയുന്നത് ഈ ഒരു തിരുമണ സോപ്പായിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് ഞാനിട്ട് എന്റെ ഡ്രസ്സുകളൊക്കെ മുഷിഞ്ഞെന്തോ പോലെ. ഇതിങ്ങനെയെ വീട്ടിൽ കൊണ്ടുപോയാൽ അമ്മന്റെ വക തെറി ഉറപ്പാണ്. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഞാൻ കുളിമുറിയിൽ തന്നെ തിരുമ്പി ഉണക്കിയതിന് ശേഷം ഞാൻ എന്റെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് പോകാൻ റെഡിയായി. പോണ വഴിയിൽ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് ഹംപിയിൽ ഞാൻ സ്ഥിരമായിട്ട് പോണ ഈ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് ഒരു കപ്പ് ചായയും കുടിച്ച് ഇവിടെ തന്നെ പരിചയപ്പെട്ട 2 ഇംഗ്ലണ്ടുകാരുടെ നൈസിൽ സംസാരിച്ച് ഞാൻ എന്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു അവരുടെ മൊബൈലിൽ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വിജയണ്ണന്റെ സൈക്കിൾ വാങ്ങി പോയത് ഹംപിയിൽ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു വഞ്ചി സഫാരി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാനും തലയ്ക്ക് വീതം 500 കൊടുത്ത് സഫാരി ചെയ്യാൻ വേണ്ടി ബോട്ടിൽ കയറി. ഇതാണ് ഞങ്ങളുടെ ഈ ഒരു ബോട്ടിന്റെ സാരഥി. ഈ ചങ്ങായിന്റെ ഞാൻ പറഞ്ഞാണ് പതുക്കെ ഓട്ടിക്ക് എനിക്ക് ചെറുതായിട്ട് തല ഇറങ്ങുന്നത്. പക്ഷെ അയാളാണെങ്കിൽ വെള്ളത്തിന്റെ നടുക്ക് പോയി വണ്ടി നിർത്തി ആളുടെ ജീവൻ മൊത്തം വെളിക്ക് എടുത്ത് ഒറ്റ കറക്കം. ഭാഗ്യത്തിന് കുറച്ച് തല ഇറങ്ങിയിട്ടാണെങ്കിലും ജീവൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് കഴിക്കാൻ ഭക്ഷണമായിട്ട് ഞാനൊരു കടയിൽ പോയിട്ട് ചോറാണ് വാങ്ങിയത്. അങ്ങനെ ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഞാൻ നേരെ പോയത് ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു. ഇവിടെയുള്ള എല്ലാ നിർമ്മിതികളും നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഭൂരിഭാഗം നിർമ്മിതികളും പകുതി പൊളിഞ്ഞ രീതിയിലാണ് കാണുന്നത്. അതിനുശേഷം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നല്ല തണുപ്പുള്ള സ്ഥലം നോക്കി പോവാണ് ഞാൻ. എന്തിനാണ് ചോദിച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്കുള്ള സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ഇരുന്നിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞതോ അവിടെ കുറച്ച് വെയിൽ വന്നതുകൊണ്ട് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് മാറിക്കിടന്ന് നല്ല ഇളയരാജ പാട്ടും കേട്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം ഇപ്പൊ വൈകുന്നേരമായി. അതുകൊണ്ട് വീണ്ടും ഞാൻ വൈകുന്നേരത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി പോയത് ഹംപിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സൺസെറ്റ് പോയിന്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ ഇരുന്ന് ഇന്നത്തെ സൂര്യാസ്തമയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ റൂമിൽ പോയി. അങ്ങനെ ഇപ്പൊ റൂം എത്തി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഡയറിയിൽ എഴുതിയതിനു ശേഷം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.